താലി രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം 26. ഞങ്ങൾ വന്ന് ഇത്ര നേരമായിട്ടും അവൾ പുറത്തേക്കൊന്നും വന്നില്ലല്ലോ അമ്മേ. സച്ചു മാലതിയുടെ മുഖത്തേക്ക് നോക്കി. ഇവിടെ ഇപ്പോൾ ആര് വന്നാലും ഇതുതന്നെയാണ് അവസ്ഥ. ഞങ്ങൾ 3 പേരും ഇവിടെ ഉണ്ടെന്ന് പോലും ചിലപ്പോഴെല്ലാം അവൾ മറന്നുപോകും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സച്ചു എഴുന്നേറ്റ് ദേവിയുടെ റൂമിനടുത്തേക്ക് പോയി. ഡോർ കുറ്റിയിട്ടിട്ടുണ്ടാകും എന്ന് കരുതിയതാണ്. പക്ഷെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചു കതക് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേൾക്കാം. അവൻ അല്പനേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും സിദ്ധുവും അങ്ങോട്ടേക്ക് വന്നു. വാഷ്റൂമിലാണ് ദേവിയെന്ന് അവനും തോന്നി. എല്ലാ സാധനങ്ങളും വളരെ വൃത്തിയായും ഭംഗിയായും അടുക്കി വെച്ചിരിക്കുന്ന ദേവിയുടെ റൂം അലങ്കോലമായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവളുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ. ഏട്ടാ, എനിക്കെന്തോ ആകെ ഒരു പന്തികേട് തോന്നുന്നു. അവള് വെള്ളം വീഴുന്ന ഒച്ചയല്ലാതെ ബാത്റൂമിൽ നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. അമ്മേ, അമ്മേ, 2 പേരും ഒരുപോലെയാണ് വിളിച്ചത്. സിദ്ധു. മാലതി വേഗം റൂമിനുള്ളിലേക്ക് കയറി വന്നു. ഞങ്ങൾ വന്നിട്ട് ഇത്ര നേരമായില്ലേ? വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ഒച്ചയല്ലാതെ അവളുടെ അനക്കമൊന്നുമില്ല. അമ്മ ഒന്ന് കയറി നോക്ക്. മക്കളുടെ പറച്ചിൽ കേട്ടപ്പോൾ മാലതി പരിഭ്രാന്തിയോടെ വാഷ്റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറി. നോക്കുമ്പോൾ കണ്ട കാഴ്ചയ്ക്കൊപ്പം തന്നെ നിലവിളിയും ഉയർന്നു. സിദ്ധു, സച്ചു, വേഗം വാ മക്കളെ, ചതിച്ചല്ലോടി. അവരുടെ നിലവിളി ഒച്ച കേട്ടു. 2 പേരും കൂടി വാഷ്റൂമിൽ കയറുമ്പോൾ കൈത്തണ്ടയിൽ നിന്നും ചോര വാർന്ന് ബോധമില്ലാതെ തണുത്ത് കിടക്കുന്നു ദേവി. സച്ചു, നീ വേഗം വണ്ടി ഇറക്ക്. സിദ്ധു ദേവിയെ വാരിയെടുത്തു. മോളെ. ദേവി. ഇടനെഞ്ച് പൊട്ടിപ്പോയി സിദ്ധുവിൻ്റെ. അവൻ്റെ മാറിൽ ചേർന്നുറങ്ങിയതും വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നതും ദേവിയുടെ ഓർമ്മകൾ അവൻ്റെ നെഞ്ചിലേക്ക് തള്ളിക്കയറി. വിവാഹപ്രായമായപ്പോൾ അമ്മ ആദ്യം തന്നെ തന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ദേവി മോളെ നിനക്ക് വേണ്ടി ആലോചിക്കട്ടെ എന്ന്. വേണ്ടെന്ന് പറയാൻ ഒരിക്കൽ പോലും മാറ്റി ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം തങ്ങളുടെ കുഞ്ഞു പെങ്ങളായി മാത്രമേ അവളെ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളവൾ ഇപ്പോൾ അർത്ഥപ്രാണനായി കിടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല സിദ്ധുവിന്. അമ്മാവിൻ്റെയും അമ്മായിയുടെയും അവസ്ഥ കണ്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. ICUവിൻ്റെ ഉള്ളിൽ അവളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് അമ്മാവൻ്റെ അടുത്ത് വന്നിരുന്നത്. അമ്മയും അമ്മായിയും അമ്മാവനും ഓട്ടോ പിടിച്ച് അവർക്ക് പിന്നാലെ തന്നെ വന്നിരുന്നു. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ മോനെ. അവർ ഞങ്ങളെ ഓർത്തതേയില്ല. മാഷിൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി. അമ്മാവൻ സങ്കടപ്പെടാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല. അമ്മായിയുടെ അവസ്ഥയും ഏറെക്കുറെ അതുതന്നെയായിരുന്നു. ജയേട്ട, ഏട്ടത്തി, ദേവൻ പങ്കുവച്ച് ദേവി വളരെ സെൻസിറ്റീവാണ് ഹരി. നിങ്ങളവളെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. നടന്നതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. സമയം വേണ്ടി വരും. അത് മനസ്സിലാക്കി പെരുമാറിയാൽ മതിയായിരുന്നു. ഇത്രയും പെട്ടെന്നൊരു കുടിയൊഴിപ്പിക്കൽ അത് വേണ്ടായിരുന്നു ഹരി. ഞാൻ നിന്നെയെ കുറ്റം പറയൂ. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ദത്തനെ വിളിച്ചും വിവരം പറഞ്ഞു. ഹരി അമ്മുവിനെയും കൂട്ടി വരാനും അമ്മയെ അറിയിച്ചില്ല. അമ്മാവനോട് പറഞ്ഞു. എങ്കിലും ഏട്ടത്തി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാനും അമ്മുവും അമ്മയും ഏട്ടനില്ലെന്ന സത്യത്തെ അംഗീകരിച്ചു. പക്ഷേ ഏട്ടത്തിക്ക് ഇപ്പോഴും അതിന് കഴിയുന്നില്ല. ജയനോട് ഓരോന്ന് പറയുമ്പോഴും ഒച്ചയിടറി പോകുന്നത് ഹരി അറിയുന്നുണ്ടായിരുന്നു. ദേവിയുടെ കൂടെ വന്നവർ ആരാണ്? ICUവിൻ്റെ വാതിലിൽ നിന്നും നഴ്സ് വിളിച്ച് ചോദിക്കുമ്പോൾ സച്ചുവും സിദ്ധുവും എഴുന്നേറ്റ് ചെന്നു. പേഷ്യൻറ്റിന് ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്ലഡ് കൊടുക്കാൻ ആളുണ്ടോ? വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എത്തും. അപ്പോഴേക്കും ജയനും ഹരിയും എത്തി. സിദ്ധു ഏട്ടാ. ഹരിയുടെ വിളി കേട്ട് സിദ്ധു നോക്കുമ്പോൾ ആൾ വന്നിട്ടുണ്ട് സിസ്റ്റർ. ഓക്കെ, നഴ്സിംഗ് റൂമിലേക്ക് ചെന്നാൽ മതി. ജയൻ വേഗം നഴ്സിംഗ് റൂമിനടുത്തേക്ക് ചെന്നു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. സ്റ്റിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് പോലീസിൽ അറിയിക്കണം. കാര്യങ്ങളെല്ലാം ഡോക്ടറോട് തുറന്നു പറഞ്ഞത് ജയനാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തൽക്കാലം ഫോർമാലിറ്റീസിൽ നിന്നും മാറി നിൽക്കാം. അന്ന് മുഴുവൻ ദേവി ICUവിൽ തന്നെയായിരുന്നു. അവളുടെ അവശതയും ഹെൽത്ത് കണ്ടീഷനും ഒക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും കാണാനും കഴിഞ്ഞില്ല. എല്ലാവരും കൂടി ഇവിടെ എങ്ങനെ നിൽക്കേണ്ട? ഞാനും സിദ്ധുവും ഉണ്ടല്ലോ. അമ്മാവനെയും അമ്മായിയെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ. അമ്മാമ്മയ്ക്ക് അല്ലെങ്കിലേ വയ്യാത്തതല്ലേ. സച്ചു, നീ ഇവരെ വീട്ടിലാക്കിയിട്ട് വാ. അത്യാവശ്യ സാധനങ്ങൾ അമ്മ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. സിദ്ധു ഒരു തീരുമാനം പോലെ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ മാഷ് കമലത്തെ നോക്കി. ഞാനില്ലേ അച്ഛാ ഇവിടെ? സച്ചുവിൻ്റെ ചെറുതിലെ അച്ഛൻ മരിച്ചതാണ്.
അതിൽ പിന്നെ മാഷിനെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. വലുതായപ്പോൾ മനസ്സിലായി അച്ഛനല്ല അമ്മാവനാണെന്ന്. പിന്നീട് അത് തിരുത്തി വിളിക്കാനും നിന്നില്ല. എങ്കിലും ഇപ്പോൾ സങ്കടമേറുമ്പോൾ അറിയാതെ ആ വിളി വന്നു പോകും. അത്രയും നേരം വിതുമ്പി നിന്ന മാഷ് സിദ്ധുവിൻ്റെ മേലേക്ക് ചാഞ്ഞു. മാലതിയും കമലവും അത് കണ്ട് വെങ്ങി പൊട്ടി. ഹരിയും ജയനും സച്ചുവും അത് നോക്കി നിന്നു. സിദ്ധുവിൻ്റെ തോളിൽ ചാരിയാണ് മാഷ് കാറിനടുത്തേക്ക് വരെ വന്നത്. അടുത്ത ദിവസം രാവിലെ ദേവിയെ വാർഡിലേക്ക് മാറ്റി. മാനസിക നില തകർന്നവളെപ്പോലെ അവൾ ബഹളം വെച്ചും നിലവിളിച്ചും കിടന്നു. ആ നേരം അത്രയും സെഡേഷൻ കൊടുത്തു മയക്കി കിടത്തി. എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. എപ്പോഴാണ് അവളുടെ സ്വഭാവം മാറുന്നതെന്നറിയില്ല. 3 ദിവസം കഴിഞ്ഞു അവളൊന്ന് ഓക്കെ ആകാൻ. സച്ചുവും സിദ്ധുവും ഹരിയും അമ്മാവനും അവളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം കേട്ട് വെറുതെ ഇരിക്കുന്നതല്ലാതെ അവൾ മറുപടിയൊന്നും പറയില്ല. ഏതു നേരവും കണ്ണുകൾ മാത്രം നിറഞ്ഞു പോകും. അന്ന് ഹോസ്പിറ്റലിൽ വന്നു പോയതിൽ പിന്നെ ഇന്നാണ് ഹരിയും ജയനും ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പച്ചിയും ആശച്ചനും മാത്രമേ ഇപ്പോൾ ദേവിക്കൊപ്പം റൂമിലുള്ളൂ. ഹരി അകത്തേക്ക് ചെല്ലുമ്പോൾ ദേവി കിടക്കുകയാണ്. ആഹാ, അന്ന് പോയതിൽ പിന്നെ മോനെ ഇങ്ങോട്ട് കണ്ടതേയില്ലല്ലോ, മാലതി പരിഭവ രൂപേണ പറഞ്ഞു. അടുത്ത ദിവസം വരാനിരിക്കുമ്പോഴാണ് മാഷച്ചൻ വാർഡിലേക്ക് മാറ്റിയില്ലെന്ന് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ആ വരവ് മാറ്റിവെച്ചു. ബെഡിലേക്കിരുന്നു ഹരി. ജെയിൻ ഇരിക്കാൻ കസേര നീട്ടിയിട്ട് കൊടുത്തു. ദേവി അനക്കം കണ്ട് നോക്കുമ്പോൾ ഹരിയും ജെയിനും. നിങ്ങൾ ഇത്തിരി നേരം കാണുമല്ലോ അല്ലേ? ഞാനൊന്ന് ഇവളെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വിട്ടിട്ട് വരാം. 2 ദിവസമായി ഉറക്കമൊഴിഞ്ഞ് ഇവൾക്ക് BP കൂടിയിരിക്കുകയാണ്, മാഷ് പറഞ്ഞുകൊണ്ട് ദേവിയെ ഒന്ന് നോക്കി. അവിടുന്ന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടാവില്ലെന്നറിയാം. വൈകുന്നേരം പിള്ളേർ വന്നിട്ട് പോകാൻ നിന്നാൽ താമസിക്കും. അപ്പോൾ പിന്നെ നിങ്ങളിവിടെ അല്പനേരം ഇരിക്കുകയാണെങ്കിൽ മാഷ് പിന്നീട്. അതിനെന്താ മാഷച്ച, ഞങ്ങളിവിടെ ഇരുന്നോളാം, ഹരി പറഞ്ഞു. മോളെ, അപ്പച്ചി പോയിട്ട് വരാം, സമാധാനമായി ഇരിക്ക്, ദേവിയോട് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. അവൾ പതിയെ എഴുന്നേറ്റ് ബെഡിൽ ചാരി ഇരിക്കാൻ നോക്കുമ്പോൾ ഹരി തലയണയെടുത്ത് അടവച്ചു കൊടുത്തു. അവളുടെ പാദത്തിനടുത്തായി നീങ്ങിയിരുന്നു. മാലതിയും മാഷും റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. എടത്തി, എന്തിനാ ഈ അവിവേകം കാണിച്ചത്? സ്വയം ഇല്ലാതാക്കാൻ നോക്കുമായിരുന്നോ? ഇടർച്ചയോടെ ഹരി ചോദിക്കുമ്പോൾ ആ ഇറങ്ങിപ്പോയ മനുഷ്യനെയെങ്കിലും ഓർക്കാമായിരുന്നില്ലേ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ്? അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് പോരായിരുന്നോ? ഹരി, അലർച്ചയോടെ അവനെ വിളിച്ചു ദേവി. അവളുടെ മുഖം ദേഷ്യത്തിൽ വിറച്ചു. ഏട്ടത്തി എന്നെ തല്ലിയാൽ പോലും ഞാൻ അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കും. പക്ഷെ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. മരിച്ചവർ പോയി, പക്ഷെ നമ്മൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടേ? നമുക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും സന്തോഷം അഭിനയിക്കേണ്ടേ? ഇത്രയും വളർത്തി വലുതാക്കി എന്നൊരു തെറ്റല്ലാതെ ആ 2 പാവങ്ങളും ഏട്ടത്തിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ വയസ്സുകാലത്ത് അവർക്കെങ്കിലും സമാധാനം കൊടുക്കാൻ ഏട്ടത്തിക്ക് കഴിഞ്ഞോ? മറ്റൊന്നിനു വേണ്ടി അല്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ജീവിക്കേണ്ടേ ഏട്ടത്തി? ഹരി പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങൾക്കാർക്കും എൻ്റെ ദുഃഖം മനസ്സിലാവില്ല ഹരി. ദേവേട്ടൻ എൻ്റെ ജീവിതത്തിലില്ല എന്ന സത്യത്തെ ഉൾക്കൊണ്ടാൽ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ എൻ്റെ കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും എനിക്കില്ലല്ലോ ഹരി. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് പിന്നെ ജീവിക്കാനുള്ള പ്രചോദനം നിങ്ങൾ 3 മക്കളായിരുന്നു. പിന്നീടുള്ള അമ്മയുടെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ ജീവിക്കാൻ ഹരിയുടെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് പിന്നെ ജീവിക്കാനുള്ള പ്രചോദനം നിങ്ങൾ 3 മക്കളായിരുന്നു. പിന്നീടുള്ള അമ്മയുടെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ ജീവിക്കാൻ പോലും എനിക്ക് ആരുമില്ലാതായില്ലേ? കഴിഞ്ഞ 6 മാസമായി ഞാൻ അനുഭവിക്കുന്ന വേദന അതെത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ഓരോ രാത്രികളിലും ഞാൻ ഞെട്ടി ഉണരുന്നത് എൻ്റെ ദേവേട്ടൻ്റെയും എൻ്റെ മോൻ്റെയും ചലനമറ്റ് കിടക്കുന്ന ശരീരം കണ്ടുകൊണ്ടാണ്. മറവിയുടെ ഏതെങ്കിലും അഴുക്കുചാലിലേക്ക് ഞാൻ എറിയപ്പെട്ടെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഹരി, എൻ്റെ ദേട്ടൻ ജീവിച്ചു മതിയായില്ലായിരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതൊന്നും നിറവേറാതെ ദേവേട്ടൻ ഞങ്ങളുടെ ജീവിതം, സ്വപ്നം കണ്ട നല്ല നിമിഷങ്ങൾ എല്ലാം തകർന്നില്ലേ? ജീവൻ മാത്രം തിരികെ തന്നൂടായിരുന്നോ? ഞാൻ നോക്കില്ലായിരുന്നോ പൊന്നുപോലെ? ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല ഹരി. എനിക്കെൻ്റെ ദേവേട്ടൻ്റെയും അമ്പുമോൻ്റെയും അടുത്ത് പോകണം. എൻ്റെ കുഞ്ഞെന്നെ കാണാഞ്ഞ് അവന് പറ്റില്ല. ഞാൻ അവരുടെ അടുത്തേക്ക് പോകണം. തലമുടിയിൽ കൈയിട്ട് കൊരുത്തു പിടിച്ചുകൊണ്ട് ദേവി വിളിച്ചു പറഞ്ഞു. ഞാൻ മരിക്കണം. എൻ്റെ ദേവേട്ടൻ വിളിക്കുന്നു ഹരി. ദേ നോക്കി,
അവൾ കൈ ചൂണ്ടിയിടത്തേക്ക് ഹരിയും ജയനും ഒരുപോലെ നോക്കി. എന്നെ വിളിക്കുക. അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും ചാടി ഇറങ്ങി ഡോറിനടുത്തേക്ക് പാഞ്ഞു. ആ നീക്കം ആരും പ്രതീക്ഷിച്ചില്ല. ഏട്ടത്തി, ജയേട്ടാ, ഏട്ടത്തി. ഹരി എഴുന്നേൽക്കുമ്പോൾ തന്നെ ജയൻ വേഗം പാഞ്ഞു ചെന്നു. റൂമിൽ നിന്നിറങ്ങി പാരപ്പറ്റിനടുത്തേക്ക് ഓടി ദേവി. ചാടാൻ ആഞ്ഞതും ഇടുപ്പിലൂടെ ശക്തമായ കൈകൾ ചുറ്റി വരിഞ്ഞു. അവളെയും വലിച്ചുകൊണ്ട് 2 ചുവട് പിന്നിലേക്ക് മാറിയതും ബാലൻസ് തെറ്റി ജയൻ ദേവിയെയും കൊണ്ട് നിലത്തേക്ക് വീണു. വീഴ്ചയിൽ ജയൻ്റെ ഇടം കൈ ചുമലിൽ ശക്തിയായി ഇടിച്ചു. ഇടുപ്പിലെ പിടിയയഞ്ഞു. ദേവി എഴുന്നേറ്റ് വീണ്ടും ഓടാനായി പാഞ്ഞതും ജയൻ്റെ കൈയുടെ വേദന അവഗണിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളെ തടഞ്ഞു. അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിയവളെ അല്പം ബലം പ്രയോഗിച്ച് തന്നെ വരുതിയിലാക്കി. എന്നെ വിടൂ, എനിക്കെൻ്റെ ദേവേട്ടൻ്റെ അടുത്ത് പോകണം, എന്നെ വിടാൻ. അവൾ ജയനെ ആഞ്ഞു തള്ളി. വീഴും മുമ്പേ അവളുടെ ഇടം കൈയിനെ പിടിച്ചു നിർത്തി വലത് കവളിൽ ആഞ്ഞടിച്ചു ജയൻ. തലയ്ക്കുള്ളിൽ വണ്ട് മൂളുന്നത് പോലെ തോന്നി. കൈ രണ്ടും തലയിൽ താങ്ങി. തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ ദേവിക്ക് തോന്നി. കാലുകൾ വേയിച്ച് കണ്ണുകൾ മേപ്പോട്ട് മടങ്ങി. ദേവി കുഴഞ്ഞ് നിലത്തേക്ക് വീഴും മുമ്പേ തന്നെ ജയൻ അവളെ താങ്ങിയിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി ദേവി. ജയൻ ദേവിയെ എടുത്ത് റൂമിനുള്ളിലേക്ക് പോയി. ഹരി വേഗം കാഷ്വാലിറ്റിയിൽ പോയി വിവരം ഡോക്ടറെ അറിയിച്ചു. ഡോക്ടർ എത്തി. ഇഞ്ചക്ഷൻ കൊടുത്തു. ഞങ്ങൾ സംശയിച്ചിരുന്നു എങ്ങനെയൊരു മെൻ്റൽ ഡിസോർഡർ. ആ കുട്ടി അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. ഈ രീതി തുടർന്നാൽ ആ കൊച്ചൊരു മാനസിക രോഗിയായി മാറും. തുടർച്ചയായ കൗൺസിലിംഗ് വേണ്ടി വരും. ഈ അന്തരീക്ഷത്തിൽ നിന്നും അല്പം മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോൾ ഹരിയും ജയനും മുഖത്തോട് മുഖം നോക്കി. മാഷും മാലതിയും ഹരി പറഞ്ഞ സംഭവങ്ങളിൽ കണ്ണു നട്ട് നിൽപ്പാണ്. മുഴുഭ്രാന്തിയെപ്പോലെ ജയൻ്റെ നേർക്ക് നിൽക്കുന്നു ദേവി. ആ കാഴ്ചയിൽ തളർന്നു പോയി മാഷ്. നെഞ്ചത്തേക്ക് വലത് കൈ ചേർത്ത് പിടിച്ച് ശ്വാസം നേരെയാക്കി. അറിയിച്ചതിനെ തുടർന്നാണ് സച്ചുവും സിദ്ധുവും വന്നത്. നടന്ന കാര്യങ്ങൾ മുഴുവനും ഹരി അവരെ ധരിപ്പിച്ചു. കുറച്ച് ദിവസം കൗൺസിലിംഗ് വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ദേവിയെ കുറച്ച് ദിവസം മാറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. പഴയ ഓർമ്മകളിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും അത് മോചനമാകും. ഞാൻ കൊണ്ടുപോകാം എൻ്റെ കുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക്, മാലതി പറഞ്ഞു. അതാകുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എങ്കിൽ അതായിരിക്കും നല്ലത്. കൗൺസിലിങ്ങിന് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ മതി. എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു. മുഴുവൻ സമയവും മാഷും മാലതിയും കമലവും സിദ്ധുവും സച്ചുവും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ദിവസം അമ്മു ദത്തനെയും കൂട്ടി വന്നു. ദേവി നല്ല ഉറക്കമായിരുന്നു. മാഷും മാലതിയും അവളോട് ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു കരഞ്ഞു. അമ്മുവിനും അത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും വിതുമ്പി കരയാൻ തുടങ്ങിയവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ദത്തൻ ആശ്വസിപ്പിച്ചു. ഇടയ്ക്കുണർന്നപ്പോൾ മുന്നിലിരിക്കുന്ന അമ്മുവിനെ കണ്ട ദേവി എഴുന്നേൽക്കാൻ നോക്കി. ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് ചാരിയിരുത്തി തലയിണ വെച്ചു കൊടുത്തു. അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ദേവി. എന്തൊരു കോലമാണ് ഏട്ടത്തി ഇത്. ദത്തൻ്റെ ഒച്ച ഇടറി. കണ്ടിട്ട് സഹിക്കുന്നില്ല. അമ്മു അവളുടെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരഞ്ഞു. എന്തിനാ സ്വയം ഇല്ലാണ്ടാവണേ? ഞങ്ങളെയൊക്കെ വേണ്ട ഏട്ടത്തി. ആർക്കെങ്കിലും വേണ്ടിയെങ്കിലും ജീവിച്ചുകൂടെ? വാക്കുകൾ ചിതറി തെറിച്ചുപോയി അമ്മുവിൽ നിന്നും. ഏട്ടത്തി കൂടി പോയാൽ ബാക്കി പറയാൻ കഴിഞ്ഞില്ല അമ്മുവിന്. ദത്ത, പൊന്നുപോലെ നോക്കണം കേട്ടോ ഞങ്ങളുടെ അമ്മുകുട്ടിയെ. പ്രായം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് മക്കളായി തന്നെ കണ്ടിട്ടുള്ളൂ ഏട്ടത്തി 2 പേരെയും. അങ്ങനെയാ എൻ്റെ ദേവേട്ടൻ പറഞ്ഞേ. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ വിവാഹം കാണാൻ. പക്ഷേ യോഗ ഉണ്ടായില്ല. പാവമാ, ഇത്തിരി മുൻചുണ്ടിയുണ്ട്, അത്രയുള്ളൂ. വിഷമിപ്പിക്കരുത്. അമ്മുവിൻ്റെ കൈപിടിച്ച് ദത്തൻ്റെ കൈക്കുള്ളിൽ വെച്ചു കൊടുത്തു. ഇടനെഞ്ച് വിങ്ങിപ്പോയി അവളുടെ. എന്തിനാ ദേവേട്ട എന്നെ തനിച്ചാക്കിയേ? എന്തിനാ ഇത്രയും സ്നേഹിച്ചേ? അതല്ലേ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. മുട്ടിൽ മുഖം ചേർത്ത് വെച്ച് അവളെ അങ്ങനെ തന്നെ ഇരുന്നു. അമ്മയും അമ്മാവനും. നമ്മുടെ വീടാകെ മാറി ഏട്ടത്തി. അവിടെ എല്ലാവരും ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ച വീട് പോലെ തന്നെയാണ്. ആരും പരസ്പരം കാണുന്നില്ല, മിണ്ടുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്താണ്. ഓർമ്മകൾ ശ്വാസം മുട്ടിക്കുവാണ്. അമ്മു ഏങ്ങലടികളോട് പറഞ്ഞു. അമ്മയെ കാണാൻ തോന്നുന്നു അമ്മു എനിക്ക്. ഒന്ന് വരാൻ പറയുമോ? ഒന്ന് കണ്ടാൽ മതി, ദൂരെ നിന്ന്. ഞാൻ പറയാം ഏട്ടത്തി. ഭവാനി, നീ എന്താ ഒന്നും പറയാത്തത്? നമുക്ക് നാളെ അത്രടം വരെ പോയാലോ ദേവിമോളെ കാണാൻ? തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല ഭവാനിയമ്മ. ദീർഘമായി നിശ്വസിച്ചു. പക്ഷേ ആ മുഖത്ത് സങ്കടക്കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. പെയ്യാൻ വെമ്പിയ കണ്ണുകളെ അവർ മനഃപൂർവ്വം തടഞ്ഞു നിർത്തി. ഭവാനി നേർത്തു പോയിരുന്നു.
അമ്മാവൻ്റെ ശബ്ദം. എനിക്കൊന്ന് കിടക്കണ ഏട്ടാ. അയാൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വാതിൽക്കൽ എത്തുമ്പോൾ കേട്ടു അടക്കി പിടിച്ച തേങ്ങലുകൾ. ദേവിയെ ഡിസ്ചാർജ് ചെയ്തു ഹോസ്പിറ്റലിൽ ഹരിയും ജെയിനും സിദ്ധുവും സച്ചുവും എല്ലാവരും ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരം ഡോക്ടർ അവരുടെ അടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ട് ദേവി? അവൾ അതിന് നേർമയായി പുഞ്ചിരിച്ചു. ഈശ്വരൻ തന്ന ജീവിതം ഇല്ലാതാക്കാൻ ആർക്കും അധികാരമില്ല. നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും ഒന്നുമല്ലെന്ന്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടോ. പുറമേ നിന്ന് പറയുന്നവർക്ക് എല്ലാം എളുപ്പമാണ് ഡോക്ടർ. അനുഭവിക്കുന്നവൻ്റെ വേദന അതാർക്കും മനസ്സിലാവില്ല, ദേവി പതിയെ പറഞ്ഞു. ആർക്കാ മനസ്സിലാവാത്തത്? എല്ലാ പേർക്കും എല്ലാം മനസ്സിലാകും. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഭവാനിയമ്മ. മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ദേവി. നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ സങ്കടം, നിന്റെ വേദന എല്ലാം നിന്റെ മാത്രം. നിനക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതവും സങ്കടവും വിഷമവും നീ എന്താ കാണാത്തത്? ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നിന്റെ അച്ഛനമ്മമാരെ, അവരെ പോലും നീ മറന്നു. അതിനെന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? മരിച്ചവർ പോയി, ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി മരിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ പിന്നെ ആൾക്കാരുണ്ടാവില്ല. കാലം മായ്ക്കാത്ത മുറിവുകളില്ല ദേവി. നിനക്ക് വേണ്ടി അല്ലെങ്കിലും നിന്നെ ചുറ്റിയിരിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും നിനക്ക് ജീവിച്ചൂടെ? നിനക്ക് ഭർത്താവും മോനും നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ മകനെയും കൊച്ചുമോനെയും നഷ്ടമായി. എന്നെ അമ്മയെന്ന് ആദ്യമായി വിളിച്ച ഞങ്ങളുടെ മകൻ. ഭർത്താവ് മരിച്ച് ജീവിതം വഴിമുട്ടിയപ്പോൾ എനിക്ക് ജീവിക്കാൻ പ്രചോദനം തന്ന എൻ്റെ മോൻ. ഇവരുടെ ഏട്ടൻ ഹരിയെ മുന്നിലേക്ക് നിർത്തി ഭവാനിയമ്മ. എല്ലാവർക്കും നഷ്ടമുണ്ടായി, പക്ഷെ നിന്റെ നഷ്ടം അത് ആരെക്കാൾ വലുതാണ്. എങ്കിലും ജീവിച്ചേ മതിയാകൂ, നീ മാറിയേ മതിയാകൂ. അതല്ല, നീ എല്ലാവരെയും തോൽപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കാനാണ് പുറപ്പാടെങ്കിൽ ആർക്കും തടയാൻ കഴിയില്ല. എൻ്റെ മോനെ നീ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ ജീവിതം കണ്ട് ഈശ്വരന്മാർക്ക് പോലും ചിലപ്പോൾ അസൂയ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവരെ അങ്ങ് നേരത്തെ വിളിച്ചു കളഞ്ഞത്. ദേവി ഭവാനിയമ്മ പറയുന്നതെല്ലാം കേട്ട് നിന്നു. മോളെ ദേവി, നിന്റെ ഈ കണ്ണുനീർ കണ്ടാൽ എൻ്റെ മോൻ്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. ഭവാനിയമ്മയെ കെട്ടിപ്പിടിച്ച് ദേവി ഏങ്ങി കരഞ്ഞു. അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഭവാനിയമ്മയായിരുന്നു അപ്പോൾ അവരുടെ മുന്നിൽ നിന്നത്. അവളുടെ കരച്ചിൽ തെല്ലെന്നടങ്ങിയപ്പോൾ ഭവാനിയമ്മ അവളെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി. മാഷിൻ്റെയും കമലത്തിൻ്റെയും മുന്നിൽ കൊണ്ട് ചെന്ന് നിർത്തി. നോക്ക്, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ രണ്ട് ആത്മാക്കളെ നോക്ക്. പെട്ടെന്ന് ഒത്തുചാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുമ്പോൾ ആദ്യം ഇവരെ ഓർക്കണം. അതിനുശേഷം മാത്രമേ നീ മരിക്കാവൂ. അച്ഛേ, അമ്മേ, മാപ്പ് പറഞ്ഞുകൊണ്ട് ദേവി ഊർന്ന് നിലത്തേക്കിരുന്നു. എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. പ്രതിലിപി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ആദ്യമായി കഥ എഴുതി തുടങ്ങിയത്. ആ കഥകളാണ് ഞാനിപ്പോൾ സ്വന്തമായി ഒരു യൂട്യൂബ് തുടങ്ങി അതിലേക്ക് ഇടുന്നത്. എൻ്റെ ഒച്ച ഇതാണ്. ഇതിൽ കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല. എങ്കിലും എന്നെക്കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടുകാർ കൂടെ തന്നെ കാണണമേ. നിറയെ സ്നേഹം.